വി.ഡി. സതീശൻ മുഖ്യമന്ത്രി, ഇടഞ്ഞു നിൽക്കുന്ന ചെന്നിത്തല, കോൺഗ്രസിൽ അസ്വസ്ഥത പുകയുന്നുണ്ടോ? കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിർണായക രാഷ്ട്രീയ നീക്കത്തിനു പിന്നാലെ കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥതകൾ പുകയുന്നു. സതീശന്റെ സ്ഥാനാരോഹണത്തിൽ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആഹ്ലാദം പ്രകടിപ്പിച്ചപ്പോൾ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പരസ്യമായ അതൃപ്തിയോടെ ഹൈക്കമാൻഡിനെ തന്റെ വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. പാർലമെന്ററി രംഗത്തെ സുദീർഘമായ പ്രവർത്തന പരിചയവും കെ.പി.സി.സി അധ്യക്ഷൻ, ആഭ്യന്തരമന്ത്രി തുടങ്ങിയ പദവികളിലെ സീനിയോറിറ്റിയും പൂർണ്ണമായും അവഗണിക്കപ്പെട്ടുവെന്ന വികാരമാണ് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പങ്കുവയ്ക്കുന്നത്. എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരെ നേരിട്ട് ബന്ധപ്പെട്ട് ചെന്നിത്തല തന്റെ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടിയിൽ താൻ കാത്തുസൂക്ഷിച്ച അച്ചടക്കത്തിന് പ്രതിഫലമായി ലഭിച്ചത് അവഗണനയാണെന്നും മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചപ്പോൾ അർഹമായ പരിഗണന ലഭിച്ചില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. വരാനിരിക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചെന്നിത്തല പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. തീരുമാനമെടുത്തിട്ടില്ല എന്ന ഗ്രൂപ്പ് മാനേജർമാരുടെ പ്രതികരണം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായേക്കാവുന്ന ഒരു പൊട്ടിത്തെറിയുടെ സൂചനയായി നിരീക്ഷിക്കപ്പെടുന്നു. അതേസമയം കെ.സി. വേണുഗോപാലിന് വരാനിരിക്കുന്ന അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തതായി സൂചനകളുണ്ട്. ഈ വാഗ്ദാനത്തോടുള്ള വേണുഗോപാലിന്റെ സൗമ്യമായ പ്രതികരണം അദ്ദേഹം സംതൃപ്തനാണെന്ന വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. എങ്കിലും മൂന്ന് പ്രധാന നേതാക്കളിൽ ഒരാൾ കടുത്ത അതൃപ്തിയിൽ തുടരുന്നത് സതീശൻ സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വെല്ലുവിളിയാക്കാൻ സാധ്യതയുണ്ടോ? സീനിയോറിറ്റി തഴയപ്പെട്ടതിലെ നൊമ്പരവും അർഹമായ അംഗീകാരം നിഷേധിക്കപ്പെട്ടതിലെ പ്രതിഷേധവും വരും ദിവസങ്ങളിൽ ചെന്നിത്തലയുടെ രാഷ്ട്രീയ നിലപാടുകളെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. നായകമാറ്റത്തിന്റെ ആവേശം ഒരു വശത്ത് നടക്കുമ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ചിത്രം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.